പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഇന്ന് ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം. ഒരു കഥ കേൾക്കൂ. അമ്മ മലയാളം. നാളെ ശശിയങ്കിൾ വരും. ശശിയങ്കിളോ? അതെ, ആഫ്രിക്കയിലുള്ള അമ്മാവനും അമ്മായിയും മോളും നാളത്തെ ഫ്ലൈറ്റിന് വരും. ഓ, ഒരു സുന്ദരിക്കോതയെ കണ്ടിട്ടുണ്ട് ഫോട്ടോയിൽ. മലയാളമൊന്നും അറിയുന്നുണ്ടാവില്ല. അതെങ്ങനെ നിനക്കറിയണേ? ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ ആ കുട്ടിയോട്? ഓ, ഞാനങ്ങ് സംസാരിച്ചിട്ടില്ല. അപ്പുണ്ണിക്ക് തീരെ ബഹുമാനമില്ല. 3-4 വയസ്സുള്ളപ്പോൾ ആ കൊച്ചിനെയും കൊണ്ട് അമ്മാവനും അമ്മായിയും ആഫ്രിക്കയിലേക്ക് പോയതാണ്. പിന്നീട് ഇപ്പോഴാണ് വരുന്നത്. കുട്ടിക്ക് 12-13 വയസ്സുണ്ടാവും. മലയാളം അറിയാത്ത ജാടക്കാരിയെ ഞാൻ മൈൻഡ് ചെയ്യില്ല. അമ്മുക്കുട്ടി അഹങ്കാരത്തോടെ പറഞ്ഞു. എൻ്റെ മോളെ, അവരൊന്ന് വരട്ടെ, വെറുതെ വഴക്കുണ്ടാക്കാൻ നോക്കണ്ട. എത്ര കാലം കൂടിയാണ് ശശിയും സുനന്ദയും വരുന്നത്. മുത്തശ്ശി കുഞ്ഞുങ്ങളെ വിലക്കി. ഫ്ലൈറ്റ് ഇറങ്ങി വളരെ വേഗം വീട്ടിലെത്താനുള്ള ധൃതിയോടെ ശശിയും കുടുംബവും ടാക്സിയിൽ പോന്നു. അമ്മ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. ഓ, ശശിയല്ലേ, അവരൊക്കെ വലിയ ആളുകളല്ലേ എന്ന നാട്യത്തിലാണ് അമ്മയുടെ ഇരിപ്പ്. മുത്തശ്ശൻ ഇംഗ്ലീഷ് പറയേണ്ടി വരും, അല്ലെങ്കിൽ ആഫ്രിക്കൻ ഭാഷ. അപ്പു കളിയാക്കി. ഞാൻ പറഞ്ഞോളാം, ഏത് ഭാഷയും സ്നേഹത്തിൻ്റെ ഭാഷയ്ക്ക് മുന്നിൽ കീഴടങ്ങും, മുത്തശ്ശൻ പരിഭവത്തോടെ പറഞ്ഞു. മുത്തശ്ശ, എന്നെ അറിയോ മുത്തശ്ശൻ? പിന്നെന്താ അറിയാത്തെ? മോൾ എപ്പോഴും ഫോൺ ചെയ്യാറില്ലേ, വീഡിയോ കോളും വിളിക്കാറുണ്ട്. ഇവരറിയാറില്ല എന്ന് മാത്രം. ആ, മോൾക്ക് മലയാളമൊക്കെ അറിയോ? മോളുടെ പേരെന്താ? മീനാക്ഷി. ഓഹോ, മലയാളമൊക്കെ അറിയാമല്ലേ? അപ്പവും അമ്മവും ചെറുതായിട്ടൊന്ന് ചമ്മി. ആ, നമുക്ക് അന്താക്ഷരി കളിച്ചാലോ? വന്ന വഴി ഒരു കളി. അവർ കുളിച്ച് വേഷം മാറി എന്തെങ്കിലും കഴിക്കട്ടെ, മുത്തശ്ശി വിലക്കി. കളിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതാ. എന്താ കളിക്കണ്ടേ? കാവ്യകളി കളിക്കാൻ പറ്റുമോ? മലയാളം അറിയാത്ത നിങ്ങൾ? മലയാളം അറിയില്ലെന്ന് ആരാ പറഞ്ഞേ? അമ്മാവൻ തിരുത്തി. മോളെ ചൊല്ലൂ. പച്ചക്കദളിക്കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും. ഹാ, എത്ര മനോഹരമായിട്ട് ചൊല്ലുന്നു. ഞങ്ങളതിന് കുട്ടിയെ ആഫ്രിക്കക്കാരിയായിട്ടല്ല വളർത്തിയത്, അസൽ മലയാളിയായിട്ട് തന്നെയാണ്. അവിടെ മലയാളം സമാജത്തിൻ്റെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഞങ്ങൾ വീട്ടിൽ മലയാളം മാത്രമേ സംസാരിക്കുള്ളൂ. എൻ്റെ മോൾക്ക് ഭംഗിയായി എഴുതാനും വായിക്കാനും അറിയാം. അവൾ അസലായി കവിതയും ചൊല്ലും. സുനന്ദമ്മായി അഭിമാനത്തോടെ പറഞ്ഞു. എൻ്റെ കുട്ടികളും ഇതൊക്കെ ചെയ്യും. ഉവ്വ, ഇന്നാളെ നിൻ്റെ പേപ്പർ ഞാൻ കണ്ടു. 50-9 അച്ഛൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഈ അച്ഛൻ്റെ കാര്യം. മക്കളെ, വിദേശത്ത് കഴിയുന്നവർക്ക് ജന്മനാടിനെക്കുറിച്ചും മാതൃഭാഷയെക്കുറിച്ചും ചിന്തയുണ്ട്. നിങ്ങൾക്ക് ആർക്കും മലയാളം വേണ്ടല്ലോ, എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കും. മലയാളം പഠിക്കാതിരിക്കാൻ വേണ്ടി ഒരുത്തൻ ഡിഗ്രിക്ക് മലയാളം ഇല്ലാത്ത വിഷയം നോക്കി ചേർന്നു. ഇവളാണെങ്കിലോ അതിലും കഷ്ടം. ഞാൻ ഇവളെ മലയാളം അടുത്തിരുത്തി പറഞ്ഞു കൊടുക്കാറുണ്ട്. പുസ്തകങ്ങൾ ഓൺലൈനിൽ കിട്ടുമല്ലോ, അതൊക്കെ വായിക്കാറുണ്ട്. അമ്മയെയും മലയാളത്തെയും മറക്കാത്ത കുട്ടിയായിട്ടാണ് ഞാൻ വളർത്തിയത് ഇവളെ. അച്ഛൻ അഭിമാനത്തോടെ പറയുന്നത് കേട്ട് മീനൂട്ടി
അച്ഛൻ്റെ കണ്ണിലേക്ക് നോക്കി. മുത്തശ്ശനും മുത്തശ്ശിയും അഭിമാനത്തോടെ കൊച്ചുമോളെ ചേർത്ത് പിടിച്ചു. മോളെ, സന്തോഷമായി. നീയെങ്കിലും മാതൃഭാഷ മറന്നില്ലല്ലോ.